മീഡിയ സെമിനാറിൽ ചില മാധ്യമപ്രവർത്തകർ എഴുന്നള്ളിക്കുന്ന വലിയ യമണ്ടൻ വാചകങ്ങൾ, നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം, സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം, ജനാധിപത്യത്തിന്റെ 4ാമത്തെ നെടുന്തൂണ് മണ്ണാങ്കട്ട. JB ജംഗ്ഷനിൽ സ്ത്രീകളെ വിളിച്ചിരുത്തി വഷളത്തരം പറയുന്നുണ്ട്, വേണ്ടാത്ത ചോദ്യം ചോദിക്കുന്നുണ്ട് എന്നൊക്കെ. അപ്പൊ ആ ചോദ്യങ്ങളൊക്കെ ആരുടേതാണ്? മിസ്റ്റർ ഉമ്മൻചാണ്ടി, നിങ്ങളെ കുറിച്ച് കോൺഗ്രസ്സുകാർക്ക് ഒരു ആരോപണമുണ്ട്. എന്താണ് ആരോപണം? നിങ്ങളെ കുളിച്ച് നല്ല വൃത്തിയായിട്ട് ഡ്രോയിങ് റൂമിലേക്ക് വരുന്നതിന് മുമ്പ് ഒരൊറ്റ തട്ട് മുടി, അങ്ങനെ ഒരു കെയർഫുള്ളി കെയർലെസ്. പുള്ളി അങ്ങ് പൊട്ടിച്ചിരിച്ചു. യഥാർത്ഥത്തിൽ ഞാനാണ് ഇതൊക്കെ ഫണ്ട് ഡിസ്പേഴ്സൽ തീരുമാനിക്കുന്നെങ്കിൽ ഞാൻ കുറച്ച് പൈസ തന്നിട്ട് UDF പരസ്യം ഇടാൻ വേണ്ടിയായിരിക്കും ഞാൻ നിങ്ങളോട് പറയാം. അതെന്താന്ന് ചോദിച്ചു. അങ്ങനെയെങ്കിലും കുറച്ച് ഇടതുപക്ഷ വിരുദ്ധ വാർത്തകൾ മനോരമയെന്ന് പോലും. RSSന്റെ ആൾക്കാരാണ് അതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഉത്കണ്ഠപ്പെട്ടത്. ഏറ്റവും കൂടുതൽ ഉത്കണ്ഠപ്പെട്ടത് ബ്രിട്ടാസ് കൈരളി വിട്ടുപോയില്ലേ. ഫ്ലേട്ട് എന്നൊക്കെ പറയുന്ന സത്യം പറഞ്ഞാൽ അതൊക്കെ വളരെ നിരുപദ്രവമായ വാക്ക. മാധ്യമപ്രവർത്തകൻ, ഇപ്പോൾ രാജ്യസഭാ MP, പരിചയപ്പെടുത്തലുകളൊന്നും ആവശ്യമില്ലാത്ത ശ്രീ ജോൺ ബ്രിട്ടാസ്. അദ്ദേഹത്തോട് കുറച്ച് സംസാരിക്കാനുള്ള ഒരു അവസരം നമുക്കിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ അതേ ലൈനിൽ തന്നെ നമുക്ക് തുടങ്ങാം. അദ്ദേഹം JB ജംഗ്ഷൻ തുടങ്ങുമ്പോൾ എല്ലാ ദിവസവും പറയുന്നുണ്ട്, ഈ ചോദ്യങ്ങളൊന്നും എന്റേതല്ല, ഇത് പ്രേക്ഷകർ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചില ചോദ്യങ്ങളാണ്, അതാണ് ഞാൻ എൻ്റെ അതിഥികളോട് ചോദിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നും ആ മുൻകൂർ ജാമ്യം ഞാൻ എടുക്കുകയാണ്. എന്റെ പ്രേക്ഷകർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രേക്ഷകർ, മലയാളികൾ അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഞാൻ ഇന്ന് ചോദിക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ തുടങ്ങാം. പ്രേക്ഷകരുടെ ചോദ്യങ്ങൾ എന്നൊരു ഒരു സ്പേസ് എനിക്ക് ഇങ്ങോട്ട് താട്ട്. സുനിധി ഇപ്പം പറഞ്ഞല്ലോ, JB ജംഗ്ഷനിൽ ഞാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ പറയുന്ന ഒരു വാചകമുണ്ട്. അതായത് എന്റെ മാത്രം ചോദ്യമല്ല, ഇത് മറ്റുള്ളവരുടെ ചോദ്യം കൂടിയാണെന്നൊരു മുൻകൂർ ജാമ്യം എടുക്കുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഇത് ബ്രിട്ടാസിന്റെ തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞ ആളാണ് സുനിത. അപ്പൊ അങ്ങനെ ആകുമ്പോ ഞാനന്ന് പറഞ്ഞിരുന്ന വാക്ക് ഇപ്പോൾ തട്ടിപ്പായിരുന്നെങ്കിൽ ഇപ്പൊ സുനിത പറയുന്നത് തട്ടിപ്പാണോ എന്ന് ചില ആൾക്കാർ ചോദിക്കും. കുഴപ്പമില്ല, ഞാൻ പറയുന്നതിലേക്ക് സുനിതയെ പോലുള്ള മാധ്യമ പ്രവർത്തകർ വരുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. തുടങ്ങി ഒരു കുഴപ്പമില്ല. എല്ലാ ചോദ്യങ്ങളും അതിഥികളോട് എളുപ്പത്തിൽ ചോദിക്കാനുള്ള ഒരു മുൻകൂർ ജാമ്യമാണോ അത്? അല്ല, ഞാൻ സത്യസന്ധമായി വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്ന കാരണം വെച്ചാൽ നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു അതിഥി, നമുക്ക് അദ്ദേഹത്തിനോട് യോജിക്കാം, നമുക്ക് വിയോജിക്കാം. പക്ഷെങ്കിൽ നമ്മുടെ ഒരു അതിഥിയായി വരുന്ന ഒരാൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു കംഫർട്ട് ഉണ്ട്. പലതരത്തിലുള്ള ഇന്റർവ്യൂ ഉണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഏറ്റവും അസുഖകരമായ ചോദ്യങ്ങൾ പോലും സുഖകരമായി ചോദിച്ചാൽ അതായിരിക്കും കുറേം കൂടി എഫക്റ്റീവ്. അപ്പോൾ ചിലപ്പോൾ അവരെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യേണ്ടി വരും, പ്രോഡ് ചെയ്യേണ്ടി വരും, ഇൻഡ്യൂസ് ചെയ്യേണ്ടി വരും, അവരെ മോഹിപ്പിക്കേണ്ടി വരും. പക്ഷെ എങ്കിൽ പോലും അവർക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു കംഫർട്ട് ലെവൽ, അത് കൊടുത്തു പോകണം എന്നുള്ളൊരു വാശിക്കാരൻ. എന്റെ ഇന്റർവ്യൂവിൽ നിന്ന് ഇന്നേ വരെ ഒരാളും പിണങ്ങിപ്പോയിട്ടില്ല. ഒരു പുഞ്ചിരിയോടെയാ പോയിട്ടുള്ളത്. പിന്നീട് അവർ വേണമെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടാവും, അയ്യോടാ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്നുള്ളത്. അത് അവരുടെ പ്രശ്നം. പക്ഷെങ്കിൽ നമ്മൾ കംഫർട്ട് കൊടുത്തു പോകണം. അതിനുവേണ്ടി കുറച്ച് ചിസിൽ ചെയ്യാം, ഒന്ന് വളയാം. പല നല്ല സുഖകരമായ ചോദ്യങ്ങൾക്കിടയിലൂടെ വേണമെങ്കിൽ അസുഖകരമായ ചോദ്യങ്ങൾ കേൾക്കാം. അതൊക്കെ നമ്മുടെ എന്താ പറയാ സ്ട്രാറ്റജിന്നോ നമ്മുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള നമ്മുടെ രീതിന്നോ ഒക്കെ വേണം പറയാം. അപ്പൊ സുനിതയും വേണമെങ്കിൽ അത് പയറ്റിക്കൊള്ളു കേട്ടോ. ഇപ്പൊ ഈ പറഞ്ഞതിലൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. എത്ര അസുഖകരമായ ചോദ്യം നല്ല ഭാഷയിൽ ചോദിക്കാനുള്ള ഒരു പ്രത്യേക കഴിവുണ്ട്. ഇപ്പൊ ന്യൂസ് അവറുകളൊക്കെ ആണെങ്കിൽ ഇപ്പൊ പൊതുവെ നമ്മൾ കാണുന്ന ഒരു കാര്യം, മാധ്യമപ്രവർത്തകരും അതിഥികളും തമ്മിലുള്ള ഒരു യുദ്ധമായിട്ടാണ് ന്യൂസ് അവറുകൾ കാണുന്നത്. അതിൽ വ്യത്യസ്തമായ ഒരു കാര്യമാണ് പിന്നെ കൈരളിയിലെ ന്യൂസ് അവറുകള്, പ്രത്യേകിച്ചും ജോൺ ബ്രിട്ടാസ് നയിക്കുന്ന ന്യൂസ് അവറുകള്. അപ്പൊ അതില് ഈ പറഞ്ഞ പോലെ ചെയ്യുന്നുണ്ടെങ്കിലും JB ജംഗ്ഷനിലേക്ക് വരുമ്പോ വേറൊരാളെയാണ് കാണുന്നത്. രണ്ട് ജോൺ ബ്രിട്ടാസ് ആയിട്ടാണ് തോന്നുന്നത്. അപ്പൊ ഈ ശത്രുക്കളാണോ എന്ന് എനിക്കറിയില്ല. ചില ആളുകളൊക്കെ അടക്കം പറയുന്നുണ്ട്, JB ജംഗ്ഷനിൽ സ്ത്രീകളെ വിളിച്ചിരുത്തി വഷളത്തരം പറയുന്നുണ്ട്, വേണ്ടാത്ത ചോദ്യം ചോദിക്കുന്നുണ്ട് എന്നൊക്കെ. അപ്പൊ ആ ചോദ്യങ്ങളൊക്കെ ആരുടേതാണ്? സുനിത, യഥാർത്ഥത്തില് എന്നെ പലപ്പോഴും ബാഫ്ലി ചെയ്തിട്ടുള്ള സംഭവമുണ്ട്. JB ജംഗ്ഷനുള്ള പരിപാടി ഞാൻ എപ്പോഴും പറയാറുണ്ട്, അത് മാർക്കറ്റുമായിട്ടുള്ള എൻ്റെ സന്ധിയാണ്. ഞാൻ സന്ധി ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ വേറെ ഒരു ഭാഷ വെച്ചാൽ
ഐ എം ഹാർമോണിയസ് വിത്ത് ദ മാർക്കറ്റ് റിയാലിറ്റീസ്. ഔട്ട് ആൻഡ് ഔട്ട് എന്റർടൈൻമെന്റ് പ്രോഗ്രാം, ഔട്ട് ആൻഡ് ഔട്ട് എന്റർടൈൻമെന്റ് പ്രോഗ്രാം. രണ്ടാമത്തെ കാര്യം, ഞാൻ അങ്ങനെ സ്ത്രീകളെ മോശമായി പെരുമാറുന്ന ഒരാളെ അല്ല. ഇപ്പൊ സുനിത തന്നെ എത്ര പ്രാവശ്യം, ഒന്നോ രണ്ടോ പ്രാവശ്യം എന്നെ കാണാൻ വന്നിട്ടുണ്ട്. യുനോമിയ, ഞാനൊരു 10-400 പേരെ നയിക്കുന്ന ഒരു സ്ഥാപനം നടത്തുന്ന ഒരാളാണ്. എൻ്റെ ഒരു വാല്യൂ സിസ്റ്റവുമായിട്ട് പൊരുത്തപ്പെടുന്നതല്ല എൻ്റെ മുന്നിൽ ആരോപിക്കപ്പെടുന്ന കാര്യം. ഇപ്പം ഞാൻ ഏറ്റവും ശ്രേഷ്ഠമായി കരുതുന്ന ഒരു വ്യക്തിയുണ്ട്, എൻ്റെ ജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച, സ്വാധീനിച്ച, അല്ലെങ്കിൽ എനിക്ക് മൂല്യബോധം പകർന്നു എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അത് മറ്റാരുമല്ല, എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയ്ക്ക് 90 വയസ്സുണ്ട്. അമ്മ വലിയ എന്താണ് ലിറ്ററേറ്റ് ഒന്നുമല്ല, ഒരു അർദ്ധനിരക്ഷ എന്നൊക്കെ പറയും. പക്ഷെ അമ്മ പകർന്നു തന്ന ഒരുപാട് വാല്യൂ സിസ്റ്റം ഉണ്ട്. അതിപ്പോഴും ഞാൻ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരാളാണ്. പിന്നെ ചോദിച്ചത് ഈ സ്ത്രീകളോട്, യഥാർത്ഥത്തിൽ ഞാൻ തന്നെ അമ്പരന്ന് പോയി. എന്നെ കുറിച്ചൊരു ആർട്ടിക്കിൾ ആരും എഴുതിയപ്പോൾ, അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ ശ്വേതാ മേനോനോട് എന്തോ ചോദ്യം ചോദിച്ചു, ജലജോട് ചോദിച്ചു, പാർവതി ഓമനക്കുട്ടനോട് ചോദിച്ചു, ഊർമിള, അവരൊക്കെ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പോസ്റ്റ് വന്ന ശേഷം അവരെന്നെ വിളിച്ചു പറഞ്ഞു, ബ്രിട്ടാസ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ നിങ്ങളുമായിട്ട് ഇന്റർവ്യൂ ആയിരുന്നു. ഇപ്പൊ അവരൊക്കെ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാരല്ലേ, ഒന്ന് വിളിച്ചു നോക്ക്. രണ്ടാമത്തെ കാര്യം, എനിക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നിയൊരു കാര്യം, എന്റെ ഇന്റർവ്യൂവിനോട് വിയോജിപ്പുള്ള പല ആൾക്കാരും അത് മുഴുവൻ ഇരുന്ന് കാണും. അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതയുണ്ട്, എന്തിനു കാണാൻ പോകുന്നത്? നിങ്ങളുടെ കയ്യിൽ റിമോട്ട് ഇല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അവർക്ക് ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യണം. അതേ സമയത്ത് അവർക്ക് ജോൺ ബ്രിട്ടാസിനെ വിമർശിക്കണം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ജോൺ ബ്രിട്ടാസിനെ അവർ വിമർശിക്കുന്നതിന് കാരണം ജോൺ ബ്രിട്ടാസിന്റെ പൊളിറ്റിക്സ് ആകാം, അല്ലെങ്കിൽ ജോൺ ബ്രിട്ടാസിന്റെ പൊസിഷൻസ് ആകാം, അല്ലെങ്കിൽ ജോൺ ബ്രിട്ടാസിന്റെ ഒരുപക്ഷെ ബന്ധങ്ങളാകാം, സ്ഥാനമാകാം. ഇതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതല്ലാതെ അവർക്ക് ഫണ്ടമെന്റൽ ആയിട്ട് എന്റെ ഇന്റർവ്യൂവിനോട് എന്തെങ്കിലും എതിർപ്പ് ഉണ്ടായിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. സത്യസന്ധമായി ഞാൻ വിശ്വസിക്കുന്നത് അവർക്ക് എന്തോ ബാഹ്യ കാരണങ്ങളാണ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ റിയൽ ലൈഫില് ജോൺ ബ്രിട്ടാസ് ഫ്ലേർട്ട് ചെയ്യുന്നോ, അങ്ങനെ സ്ത്രീകളോട് സംസാരിക്കുന്ന പറഞ്ഞാൽ ഒരു മനുഷ്യനും വിശ്വസിക്കില്ല, അല്ലെങ്കിൽ പരിചയമുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഈ ഓൺലൈനുകളിൽ കാണുന്ന ഒരു കാര്യമാണ് JB ജംഗ്ഷനിൽ പഞ്ചാരി അടിക്കുന്നു എന്നുള്ളത്. അപ്പൊ ഈ റിയൽ ലൈഫ് JB ജംഗ്ഷന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ ഒരു മാറ്റാണോ അത്? അത് ബേസിക്കലി ഞാനൊരു കംഫർട്ട് കൊടുക്കും. പിന്നെ അവര് പറയുന്ന തമാശക്ക് ഞാനും ചിരിക്കും, ഞാൻ പറയുന്ന തമാശക്ക് അവരും ചിരിക്കും. സ്വാഭാവികമായിട്ടൊരു സിങ്ക് ഉണ്ടാവും. ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമുണ്ട്, ഒരു ഇന്റർവ്യൂ തുടങ്ങി കഴിഞ്ഞാൽ എന്നോട് ആരിപ്പം നിങ്ങൾ മോഹൻലാലിനോട് ചോദിക്കും, മോഹൻലാലിനോട് ഞാൻ ഫ്ലർട്ട് ചെയ്യുമെന്ന് പറയില്ല ആരും. അങ്ങനെ ഒരു ആരോപണം അതേക്കുറിച്ചോ എന്നെ കുറിച്ചോ ഉണ്ടാവില്ല. മോഹൻലാൽ എനിക്ക് വേണ്ടിയിട്ട് അരമണിക്കൂർ തന്നു, അല്ലെങ്കിൽ 3/4 മണിക്കൂർ തന്നു. ഞങ്ങൾ 2.5-3 മണിക്കൂർ സംസാരിച്ചു. 3 മണിക്കൂർ സംസാരിച്ചു. എന്താ കാരണം? എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ശ്രീ രവിശങ്കർ അദ്ദേഹം എനിക്ക് 40 മിനിറ്റ് തന്നെ. എവൻച്വലി ഇറ്റ് വെന്റ് അപ് ടു 2.5 hours. അവസാനം അദ്ദേഹം എനിക്ക് വേണ്ടിയിട്ട് എന്താണ് ഒരു പാട്ട് പാടി തന്നു മലയാളത്തിൽ. I was fond of one Malayalam song. Please. ആയിരം പാദസരങ്ങൾ കിളിഞ്ഞു ആലുവാപോയി. What is that? പിന്നെയും മുഴുകി. എന്തിനേറെ എന്നെ കടിച്ചീറാൻ വേണ്ടി നിൽക്കുന്ന ഒരു വിഭാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിട്ടുള്ള മാതാ അമൃതാനന്ദമായി എനിക്ക് തന്ന അഭിമുഖത്തില് എനിക്ക് വേണ്ടി എത്രയോ കീർത്തനങ്ങൾ അദ്ദേഹം അവര് പാടിച്ചു. മനസ്സേ നിൻ സ്വന്തമായി ഒരുത്തരുമില്ലെന്നുള്ള പരമാർത്ഥമെല്ലായ്പ്പോഴും സ്മരിക്കുക നീ. വിദ്ധധനാദികളെ അതൊരു കംഫർട്ടാണ്. ഈ കംഫർട്ട് വരുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ചിരിക്കുന്നു, ഒരു തമാശ പറയുന്നു, വി ആർ ക്രാക്കിംഗ് എ ജോക്ക്, വി ആർ പുള്ളിങ് ഒരാളുടെ കാല് ഞാൻ വലിക്കുന്നു, അവർ തിരിച്ചു വലിക്കും. ഇത് കൊടുത്തു കൊണ്ടൊക്കെയല്ലേ പോകുന്നത്. അപ്പൊ ചില ആൾക്കാർ വിചാരിക്കുന്നത് അത് ഫേർട്ടാണ്. പക്ഷെ യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു അവരുടെ മനസ്സിലുള്ള പ്രശ്നമാണ് അവരെന്റെ മുകളിൽ ആരോപിക്കുന്നത്. അതുകൊണ്ട് ആക്ച്വലി ആ സ്റ്റെയിന് അവരൊക്കെ തുടച്ചു കളഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വളരെ നിഷ്കളങ്കമായിട്ട്. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഈ പറയുന്ന ബോളിവുഡിലൊക്കെ ഇവരൊക്കെ എൻജോയ് ചെയ്യുന്ന കരൺ ജോഹറിന്റെ കോഫി വിത്ത് കരൺ, അതിലൊക്കെ വരുന്ന ചോദ്യങ്ങൾ കണ്ടാൽ ഞാൻ അങ്ങനെ വല്ല ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുന്നുണ്ടോ? പിന്നെ ഈ ചോദ്യങ്ങൾ സുനിത പറഞ്ഞ വളരെ കറക്റ്റാണ്. മൗലികമായിട്ട് ഒരു ചോദ്യം നമ്മുടേതല്ല, നമ്മൾ എവിടെ നിന്നൊക്കെയോ ശേഖരിക്കുന്ന ചോദ്യങ്ങളാണ്.
അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻഫറൻസ് ആണ്, നമുക്ക് ഒരാളെ കുറിച്ച് കിട്ടുന്ന തോന്നലുകളാണ്. അപ്പം യഥാർത്ഥത്തിൽ ഞാനല്ല എൻ്റെ ചോദ്യങ്ങളുടെ ഉടമ. ഇപ്പം എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്, ഉമ്മൻചാണ്ടിയെ കുറിച്ച് ആ ഒരു ചോദ്യം ചോദിച്ചു. ഞാൻ ചോദിച്ചു, മിസ്റ്റർ ഉമ്മൻചാണ്ടി, നിങ്ങളെക്കുറിച്ച് കോൺഗ്രസ്സുകാർക്ക് ഒരു ആരോപണമുണ്ട്. എന്താണ് ആരോപണം? നിങ്ങൾ കുളിച്ച് നല്ല വൃത്തിയായിട്ട് ഡ്രോയിങ് റൂമിലേക്ക് വരുന്നതിന് മുമ്പ് ഒരൊറ്റ തട്ടും മുടി, അങ്ങനെ ഒരു കെയർഫുള്ളി കെയർലെസ്. പുള്ളി അങ്ങ് പൊട്ടിച്ചിരിച്ചു, മറുപടി പറയാൻ പറ്റില്ല. പക്ഷെ എങ്കിൽ പോലും ആ ചോദ്യത്തിൽ ഒരു എന്താ പറയുക, ഒരു ഫ്രാഗ്രൻസ് ഉണ്ട്. ഞാൻ ആ ചോദ്യം ഞാൻ എടുത്തതാണോ? അല്ല. എത്രയോ കോൺഗ്രസ്സുകാരോട് സംസാരിച്ചപ്പോൾ അവരൊക്കെ എന്നോട് പറഞ്ഞതെന്നാണ്, ഈ ഉമ്മൻചാണ്ടി പണ്ടൊക്കെ ഈ പറഞ്ഞ നല്ല കതർ ഷർട്ട് പുതിയ മേടിച്ചിട്ട് ബ്ലേഡൊക്കെ വെച്ചിട്ട് ഒന്ന് കീറും, അതുപോലെ എപ്പോഴും പുള്ളി ഭയങ്കര ആക്റ്റീവാണ് എന്നുള്ള എന്നാണ്, അല്ലെങ്കിൽ കെയർഫുള്ളി കെയർലെസ് ആണെന്നുള്ളൊരു ഇംപ്രഷൻ സൃഷ്ടിക്കുന്ന ഒരാളാണ് ഉമ്മൻചാണ്ടി. ഇതൊക്കെ കോൺഗ്രസ്സുകാർ പറഞ്ഞു തന്ന കാര്യങ്ങളല്ലേ ഞാൻ ചോദിക്കുന്നത്. ജോൺ ബ്രിട്ടാസ് എന്നുള്ള വ്യക്തിക്ക് അങ്ങനെ ഒരു ചോദ്യമുണ്ട്? ഇല്ല. പക്ഷെ ഉമ്മൻചാണ്ടിയുടെ ബോഡി ലാംഗ്വേജിൽ നിന്ന് ആ നീരസം എപ്പോഴും പുറത്തു വന്നുകൊണ്ടേയിരുന്നു. താങ്കളുടെ മുഖത്തിനൊരു സവിശേഷതയുണ്ട്, താങ്കളുടെ മനസ്സിലുള്ളത് പലപ്പോഴും മുഖത്ത് വരുന്നുണ്ട്. നല്ല കൗശലക്കാരനായ രാഷ്ട്രീയക്കാരനാണെങ്കിലും മുഖഭാവം എപ്പോഴും താങ്കളെ ബിട്രേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാ ചോദ്യങ്ങൾക്കും സ്വാഭാവികമായിട്ടും മറ്റുള്ളവരുടെ പരോക്ഷമായിട്ടുള്ള പ്രചോദനമോ പ്രേരണയോ ഉണ്ടാവും. ഇപ്പൊ സുനിതന്നെ ചോദിക്കുമ്പോൾ ആരൊക്കെയോ എഴുതി വെച്ചൊരു കാര്യമാണ്. അല്ല, എനിക്ക് ജോൺ ബ്രിട്ടാസ് എന്ന വ്യക്തി എനിക്ക് കുറെ കാലമായിട്ട് അറിയാം. ഈ ചോദ്യം എന്റേതല്ല. ഞാൻ ഈ ആളുകൾ പറയുന്ന ഈ ഒരു ജോൺ ബ്രിട്ടാസിനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഈ ഫ്ലേർട്ട് ചെയ്യുന്നതും ഈ പഞ്ചാര. താങ്ക് യു വെരി മച്ച്. ഫ്ലേർട്ട് എന്നൊക്കെ പറയുന്ന സത്യം പറഞ്ഞാൽ അതൊക്കെ വളരെ നിരുപദ്രവമായ വാക്ക. മഹാത്മാഗാന്ധിയുടെ പുസ്തകം വായിച്ചു നോക്കുക. അദ്ദേഹം ഏറ്റവും കൂടുതൽ ശ്രമിച്ചിട്ടുള്ളതൊന്ന് ഫ്ലേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യകാലത്തെ തുടക്കത്തിൽ. അതൊന്നും വലിയ അതൊക്കെ വളരെ JB ജംഗ്ഷനിൽ രാജ്യസഭയിൽ പോയി ഫ്ലേർട്ട് ചെയ്തു എന്നുള്ള പരാതി ആയിരിക്കും അടുത്തത്. ഫ്ലേർട്ടിംഗ് എന്നുള്ള അതിനെ വി ഷുഡ് ഫ്ലേർട്ട് വിത്ത് ദ സിറ്റുവേഷൻസ് എന്ന് പറയാറുണ്ട്. എന്താ കാരണം വെച്ചാൽ എന്താ സാഹചര്യമായിട്ട് നമ്മൾ ഇണങ്ങണം എന്നുള്ളതാണ്. അപ്പം സ്വാഭാവികമായിട്ടും എനിക്ക് എന്റേതായിട്ടുള്ള ധാരണകൾ ഉണ്ടെങ്കിൽ പോലും ഞാനൊരു സിറ്റുവേഷനിൽ എത്തപ്പെട്ട് കഴിഞ്ഞാൽ ആ സിറ്റുവേഷന്റെ ധാരണകൾക്കനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ നിയതമായിട്ടുള്ള രീതിക്കനുസരിച്ച് പെരുമാറാൻ ശ്രമിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇനി പുതിയ സ്ഥലത്ത് പോയാലും ഞാൻ അതിൻ്റെതായ ഒരു ആംബിയൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. ഇപ്പൊ JB ജംഗ്ഷനിൽ വരുന്ന ഒരാളല്ല ഞാനിപ്പം. സുനിത തന്നെ പറഞ്ഞു, ഞാൻ ന്യൂസ് അവറിൽ വരുന്ന ഒരാൾ. ന്യൂസ് അവറിൽ വരുന്ന ഒരാളല്ല ഞാൻ ക്ലാസ് എടുക്കാൻ പോകുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു പ്രഭാഷണം നടത്താൻ പോകുന്ന ഒരാൾ. എല്ലാം എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അതൊക്കെ അങ്ങനെയാണല്ലോ നമ്മൾ മനുഷ്യന്മാർ. ഉടുപ്പൊന്ന് മാറിയിരിക്കുകയാണ്. മാധ്യമപ്രവർത്തകൻ മാത്രമായിരുന്ന ഒരാള് രാഷ്ട്രീയക്കാരനായി മാറുന്നു. അപ്പൊ ഈ മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയക്കാരനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? നല്ലൊരു ചോദ്യമാണ്. യഥാർത്ഥത്തില് ഇവിടെ ഒരുപക്ഷെ ചില ആൾക്കാർക്ക് വസ്തുത അറിയാത്തത് കൊണ്ടോ, യാഥാർത്ഥ്യം അവർ ആശ്ലേഷിക്കാത്തത് കൊണ്ടോ, ചരിത്രബോധമില്ലാത്തത് കൊണ്ടോ, അതല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ചില സ്ഥാപിത താല്പര്യങ്ങൾ കൊണ്ടോ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് മാധ്യമപ്രവർത്തനവും രാഷ്ട്രീയവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, അല്ലെങ്കിൽ അത് വിരുദ്ധ ധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ട് മേഖലയാണെന്നൊരു തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഞാനൊരു 30-33 വർഷമായിട്ട് മാധ്യമപ്രവർത്തനം നടന്ന ആളാണ്. മാധ്യമപ്രവർത്തനത്തെ കുറിച്ച് കുറച്ച് ഗവേഷണം ചെയ്തിട്ടുള്ള ആളാണ്. 6 വർഷം ജയിലിനുള്ളിൽ ഞാൻ ഗവേഷണം ചെയ്തിട്ടുള്ള ആളാണ്. കുറെ വായിച്ചിട്ടുണ്ട്, കുറെ ആൾക്കാർ ഇന്ററാക്ട് ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ രണ്ടും പരസ്പര പൂരകമാണ്. ഇപ്പം സുനിതയ്ക്ക് അറിയാലോ, ലോകത്തില് ഒരു സിനിമാക്കാരൻ ഏറ്റവും കൂടുതൽ ആസ്പയർ ചെയ്യുന്ന ഒരു ഓസ്കർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഓസ്കർ പ്രൈസ് കിട്ടും. മാധ്യമ മേഖലയിലെ ഓസ്കർ എന്ന് പറയുന്നത് എന്താണ്? പുലിറ്റ്സർ പ്രൈസ് ആണ്. ഈ പുലിറ്റ്സർ എന്താണ്? ജോസഫ് പുലിറ്റ്സർ എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയക്കാരൻ. ഇപ്പൊ സുനിത കാനഡയിലല്ലേ, അമേരിക്കയിലെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവായിരുന്നു. എന്തിനേറെ അവിടുത്തെ പാർലമെന്റ് ആയിട്ടുള്ള അമേരിക്കൻ കോൺഗ്രസിലെ മെമ്പറായിരുന്നു. ഒരു കറകളഞ്ഞ രാഷ്ട്രീയക്കാരന്റെ പേരിലുള്ള ഒരു പ്രൈസാണ് ഇന്ന് അമൂല്യമായിട്ട് ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ കരുതുന്നത്. ഇന്ത്യയിലെ തന്നെ മികച്ച മാധ്യമപ്രവർത്തകരാണ് മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു. ഇല്ലേ? ഇങ്ങോട്ട് വാ കേരളത്തിലേക്ക്, KP കേശവമേനോൻ, സ്വദേശാഭിമാനി, K ബാലകൃഷ്ണൻ. ആരല്ലാത്തത്? അപ്പൊ പൊളിറ്റിക്സ് എന്ന് മുതലാണ് നമുക്ക് അലർജി ആയത്. പൊളിറ്റിക്സ് മാധ്യമപ്രവർത്തനം തമ്മിൽ വിരുദ്ധ സ്വഭാവം ഉണ്ടെന്ന് ആരാ പ്രചരിപ്പിച്ചത്? അസംബന്ധമാണ്. എന്റെ പൊളിറ്റിക്കൽ കൺവിക്ഷൻസ് അല്ലെങ്കിൽ എന്റെ രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നത് എനിക്ക് വസ്തുതകളെ കുറേയും കൂടി വ്യക്തമായി കാണാനുള്ള ജാലകങ്ങളാണ്, വാതായനങ്ങളാണ്. എന്തുകൊണ്ട് നമ്മുടെ പുതിയ മാധ്യമ പ്രവർത്തകർക്ക് അങ്ങനെ ഒരു ബോധം കൊടുക്കുന്നില്ല? ഒരുപക്ഷെ ഏറ്റവും വലിയ അപകടകാരി ഞാൻ വിചാരിക്കുന്നു ജീവിതത്തിലെ
സമൂഹത്തിലെ ഏറ്റവും വലിയ അപകടകാരി അരാഷ്ട്രീയ ബോധമുള്ള രാഷ്ട്രീയമില്ലാത്തൊരു വ്യക്തിയായിരിക്കും. അരാഷ്ട്രീയമായി ചിന്തിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി. നല്ല രാഷ്ട്രീയ ബോധം വേണം. പിന്നെ ഫാക്ട്സ് ആയിട്ട് പറയാനുള്ളതാണല്ലോ. ഇപ്പൊ നമ്മൾ മാധ്യമ പ്രവർത്തകരെല്ലാം പറയാറുണ്ട്, ഫാക്ട്സിനെ ഫാക്ട്സ് ആയിട്ടും വ്യൂസിനെ വ്യൂസ് ആയിട്ടും. നമ്മുടെ ഫാക്ട്സിനെ അതിൻ്റെതായ തലത്തിലേക്ക് പിടിച്ചിടാൻ നമ്മളെ സഹായിക്കുന്ന എന്താണ്? നമ്മുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടാണ്. രാഷ്ട്രീയ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ നമ്മുടെ സാമൂഹിക കാഴ്ചപ്പാടാണ്. നമ്മുടെ വ്യൂസ്. ഇപ്പം ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഒരു പാൻഡമിക് വരുമ്പോൾ അതിന് പൊളിറ്റിക്സ് ഉണ്ട്. പൊളിറ്റിക്സ് ഇല്ലാതെ പാൻഡമിക് ചർച്ച ചെയ്യാൻ പറ്റും. രാഷ്ട്രീയ കാഴ്ചപ്പാട്. ഒരു ഡെഫിനിഷൻ തരാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും രാഷ്ട്രീയത്തെ ഡിഫൈൻ ചെയ്യുന്നത്? രാഷ്ട്രീയത്തെ നമ്മുടെ ഫിലോസഫി ടു യുവർ ലൈഫാണ്. നമ്മളെ തന്നെ നോക്കിക്കാണുന്നത് എങ്ങനെയാണ്? സമൂഹവും നമ്മളും തമ്മിലുള്ള കോറിലേഷനാണ് പൊളിറ്റിക്സ്. സമൂഹത്തിൽ ഞാൻ ആരായിരിക്കണം, സമൂഹത്തോടുള്ള എൻ്റെ കാഴ്ചപ്പാട് എന്തായിരിക്കണം, സമൂഹത്തിന് ഞാൻ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യണം, ഇതൊക്കെയാണ് പൊളിറ്റിക്സ്. എൻ്റെ കൺവിക്ഷനാണ്, എൻ്റെ ഓറിയന്റേഷനാണ്. ഇപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ന്യൂസ് റൂമിൽ ഞാൻ ആങ്കർ ചെയ്യുമ്പോൾ പോലും ചില ആൾക്കാർ ചില കാര്യം പറയുമ്പോൾ ഞാൻ പറയും എനിക്ക് അടിമുടി രാഷ്ട്രീയമുണ്ട്. പക്ഷെ ഇന്നേ വരെ എൻ്റെ ന്യൂസ് റൂമിലെ ഒരു ചർച്ചയിൽ പോലും എൻ്റെ ഇൻവെർട്ടർ കോമ എതിരാളി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയക്കാരന് ഒരു വീർപ്പുമുട്ടൽ ഉണ്ടായിട്ടില്ല. എന്താ കാരണം? ആശയങ്ങൾ തമ്മിലുള്ള സംഘർഷമല്ലേ. ഇപ്പൊ ആരോ പറഞ്ഞ ന്യൂസ് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? നമ്മൾ സമൂഹത്തെ മലീമസമാക്കുകയല്ലേ. ലെറ്റ് ഐഡിയാസ് ക്ലാഷ്. അതല്ലേ നമുക്ക് വേണ്ടത്. പിന്നെ ഒരു രാത്രി കൊണ്ട് ഒരു സായാഹ്ന ചർച്ച കൊണ്ട് കേരളത്തിലെ ഇന്ത്യയിലെ രാഷ്ട്രീയം മാറ്റാമെന്ന് ഏതെങ്കിലും ഒരു അവതാരകൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത്രയും വലിയ മണ്ടത്തരം ലോകത്താർക്കെങ്കിലും ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇപ്പൊ പെട്ടെന്ന് ഞാനൊരു റോള് മാറി മീഡിയയിൽ നിന്ന് പോളിറ്റിക്സിലേക്ക് പോയി എന്ന് പറയുന്നതിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു അർത്ഥവും ഇല്ല. ഇതെല്ലാം സപ്ലിമെന്ററി ആണ്, കോംപ്ലിമെന്ററി ആണ്, പരസ്പര പൂരകങ്ങളാണ്. കൃത്യമായ രാഷ്ട്രീയമുള്ള കക്ഷി രാഷ്ട്രീയമുള്ള ഒരാൾ മാധ്യമ പ്രവർത്തകനാകുമ്പോൾ അയാൾ കൈകാര്യം ചെയ്യുന്ന വാർത്തയ്ക്ക് എന്താണ് സംഭവിക്കുക? ആ വാർത്തയ്ക്ക് കുറച്ചുകൂടി തെളിച്ച കിട്ടുന്നത്, ഒരു സംശയമില്ല. ഞാൻ ഒറ്റ ഒരു ഉദാഹരണം പറയട്ടെ. 92 ഡിസംബർ 6 ബാബറി മസ്ജിദ് പൊളിയുന്നതിന് സാക്ഷ്യം വഹിച്ചൊരു മാധ്യമ പ്രവർത്തകനാണ്. അന്ന് ഒരുപാട് മാധ്യമ പ്രവർത്തകർ ആ സംഭവം വീക്ഷിക്കാൻ വന്നിരുന്നു, മലയാളികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ. പക്ഷെ ഇന്നും കേരളത്തില് എനിക്ക് ഉറപ്പായിട്ട് അറിയാം, മാധ്യമ വിദ്യാർത്ഥികൾ, മാധ്യമ പ്രവർത്തകരാകാൻ ആസ്പറിയുന്ന ആൾക്കാർ പഠിക്കുന്ന ഒരു ഇൻസിഡന്റും അന്നത്തെ സംഭവത്തെ കുറച്ചും കൂടി ഉൾക്കൊള്ളാൻ വേണ്ടി പരിശോധിക്കുന്ന ഒരു കാര്യവും ഞാൻ എഴുതി തയ്യാറാക്കിയ വാർത്തകളായിരിക്കും. എന്താ കാരണം? ആ വാർത്തയിൽ പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. ഞാൻ എഴുതിയ ആദ്യത്തെ വരി തന്നെ, അതായത് ഈ ശൈത്യത്തില് ഏറെക്കുറെ എനിക്ക് ഓർമ്മ വരുന്നില്ല, പക്ഷെ ഏറെക്കുറെ എങ്ങനെയാണ്, അതായത് ഈ ശൈത്യത്തില് ഈ പറയുന്ന മൂടൽമഞ്ഞിനെ വകഞ്ഞു മാറ്റി ഞങ്ങൾ ഈ പ്രഭാതത്തില് അയോധ്യയിലേക്ക് പോകുന്നത് മതനിരപേക്ഷ ഭാരതത്തിന്റെ ചരമക്കുറിപ്പ് എഴുതാൻ വേണ്ടിയായിരുന്നു എന്ന് ഞങ്ങൾ ആരും നനച്ചിരുന്നില്ല. ആക്ച്വലി 92 ശേഷമല്ലേ ഇന്ത്യൻ രാഷ്ട്രീയം മാറിയത്. ഇന്ത്യൻ സെക്യുലറിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ പറയാ ഒരു അപകടം ഉണ്ടായത് 92 എനിക്കൊരു പൊളിറ്റിക്സ് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ആ വരി എഴുതാൻ പറ്റുമായിരുന്നു. ആ പൊളിറ്റിക്സ് ഇല്ലാതെ എഴുതിയ വരികൾക്കൊക്കെ ജീവനുണ്ടായിരുന്നോ? ഇല്ല. ഇന്നും ആ വാർത്ത വായിക്കുമ്പോൾ വരാൻ പോകുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ, ഉരുത്തിരിയുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൂരക്കാഴ്ച ഇൻവെർട്ടർ കോമ പ്രദാനം ചെയ്യാൻ അന്ന് ഞാൻ എഴുതിയ ആ വാർത്താ ശകലത്തിന് കഴിഞ്ഞില്ലേ? എന്റെ പൊളിറ്റിക്സിൽ എന്നെ സഹായിച്ചത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഇറാഖ് US യുദ്ധകാലത്ത് ഞാൻ ബാഗ്ദാദിൽ പോയി. ഒരു സാഹസികമായ ഒരു കർമ്മമായിരുന്നു. അന്ന് സദാം ഹുസൈന്റെ അവസാനത്തെ നാളിൽ അന്ന് എന്റെ തൊട്ടപ്പുറത്തുള്ള പാശ്ചാത്യ മാധ്യമങ്ങളിലെ ആൾക്കാരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ പറയാ, ഇതൊരു യുദ്ധം, ഡെമോക്രസിക്ക് വേണ്ടിയുള്ള യുദ്ധം. ഞാൻ കൊടുത്തത് എന്താണ്? ഇതിന് അധിനിവേശം എന്നാണ് കൊടുത്തത്. ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന 2 പത്രപ്രവർത്തകർ 2 കണ്ണിലൂടെയാണ് ആ ഒരു സംഭവത്തെ നോക്കിക്കണ്ടത്. ഞാൻ അതിനെ അധിനിവേശമായിട്ട് കണ്ടപ്പോൾ എന്നെ തോളോട് തോൾ ചേർന്ന് നിന്ന് റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകൻ അതിനെ ജനാധിപത്യത്തിന്റെ ഉത്സവമായിട്ടാണ് ചിത്രീകരിച്ചത്. സീ ദ ഡിഫറൻസ്. എന്നെ അങ്ങനെ പറയാൻ പ്രേരിപ്പിച്ച എന്താണ്? എന്റെ പൊളിറ്റിക്സ് ആണ്. യഥാർത്ഥത്തിൽ ഇത് ശരിയായി വന്നില്ലേ? ഒരു പൊളിറ്റിക്സ് ഇല്ലാത്തൊരു മാധ്യമ പ്രവർത്തനാണ് അത് റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ അതിനോട് നീതി പുലർത്താൻ പറ്റുമോ? അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം, എളിയ അഭിപ്രായം, എൻ്റെ ഇളയ സഹോദരന്മാരോടും സഹോദരികളോടും, പൊളിറ്റിക്സ് വേണം. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ രാവിലെ മുദ്രാവാക്യം ഉണ്ടെങ്കിലല്ല,
ഒരു കാഴ്ചപ്പാടാണ്, ഒരു ഓറിയന്റേഷനാണ്, സമൂഹത്തോടുള്ള നമ്മുടെ ഒരു കമ്മിറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് ആ പൊളിറ്റിക്സ് നമ്മൾ നിലനിർത്തിക്കൊണ്ട്, അത് ഫാക്ട്സിനെ പിഴുതെറിയാൻ വേണ്ടിയുള്ളതല്ല, ഫാക്ട്സിന് കുറച്ചും കൂടി മിഴിവ് കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു കമ്പക്ഷനോ. മാധ്യമങ്ങളെ ഇങ്ങനെ തന്നെ കാണുമോ? വലതുപക്ഷ മാധ്യമ പ്രവർത്തകരെയും വലതുപക്ഷ മാധ്യമങ്ങളെയും ഇതേപോലെ തന്നെ കാണുമോ? ഓഫ് കോഴ്സ്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ അതന്നെ അതിലേക്ക് എത്താൻ വേണ്ടി എന്നെ ഇത് സഹായിച്ചു. എന്ന കാരണത്തിൽ എനിക്ക് പൊളിറ്റിക്സ് ഉണ്ട് എന്ന് ആക്ഷേപിക്കുന്ന ആൾക്കാർ അവർക്ക് പൊളിറ്റിക്സ് ഇല്ല എന്നാ പറയുന്നത്. അവർക്ക് കളഞ്ഞ പൊളിറ്റിക്സ് ഉണ്ട്, അവരെന്തുകൊണ്ട് സമ്മതിക്കുന്നില്ല? അവർ ഇടതുപക്ഷ വിരുദ്ധ മാധ്യമ പ്രവർത്തനമാണ് നടത്തുന്നത്, എന്തുകൊണ്ട് അവർ അംഗീകരിക്കാത്തത്? അല്ല, അതിനെ പേട്രണൈസ് അതിൽ പ്രശ്നമില്ലേ? ഇപ്പൊ പ്രേക്ഷകർക്ക് എവിടെ നിന്നാണ് അപ്പൊ കൃത്യമായ വാർത്ത കിട്ടുക? പ്രേക്ഷകൻ ഈ രണ്ട് വാർത്തയുടെ ഇടയിൽ പെട്ട് പ്രേക്ഷകർക്ക് കിട്ടേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം സുനിത ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമായ ചോദ്യം. മാധ്യമ പ്രവർത്തകർ പതിറ്റാണ്ടായിട്ട് പ്രേക്ഷകരെ, വായനക്കാരെ കബളിപ്പിക്കുക. എന്താ കാരണം? ഉദാഹരണം പറഞ്ഞാൽ, ഏത് ഡിബേറ്റ് വരുമ്പോൾ മീഡിയ സെമിനാറിൽ ചില മാധ്യമ പ്രവർത്തകർ എഴുന്നള്ളിക്കുന്ന വലിയ യമണ്ടൻ വാചകങ്ങളുണ്ട്. നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം, സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം, ജനാധിപത്യത്തിന്റെ 4ാമത്തെ നെടുന്തൂണ് മണ്ണാങ്കട്ട. ഇത് നെടുന്തൂണ്. ഇതിപ്പോഴും കേട്ടോണ്ടിരിക്കുക. ലോകത്ത് എവിടെയെങ്കിലും സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്താ? ലോകത്ത് എവിടെയെങ്കിലും നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം ഉണ്ടെന്ന് ഏതെങ്കിലും ബുദ്ധിയും ബോധമുള്ള മാധ്യമ പ്രവർത്തകർ ലോകത്ത് എവിടെയെങ്കിലും അവകാശപ്പെടും? ഇപ്പം സുനിത ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്തിട്ടുള്ള ഒരു ഇലക്ഷൻ ആയിരിക്കുമല്ലോ കഴിഞ്ഞ അമേരിക്കൻ ഇലക്ഷൻസ്. അവിടുത്തെ മാധ്യമങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും കൃത്യമായ പൊളിറ്റിക്സ് ഇല്ലായിരുന്നു, നിലപാടില്ലായിരുന്നു. ഇതെന്തിനാണ് ഇവിടെ കേരളത്തിൽ മാത്രം, നമ്മുടെ അടുത്ത് മാത്രം ഇങ്ങനെയുള്ള ഈ ചപ്പടാച്ചി അടിച്ച് നമ്മുടെ വായനക്കാരെയും പ്രേക്ഷകരെയും കബളിപ്പിക്കുന്നത്? ലെറ്റ് സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. ഈ അസംബന്ധ നാടകം നമ്മൾ അവസാനിപ്പിക്കണം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ എന്നോട് ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ എനിക്കറിയാം അടുത്ത ചോദ്യം എന്താണെന്ന് എനിക്കറിയാം. അടുത്ത ചോദ്യം ഞാൻ പറയാം. അങ്ങനെയാണെങ്കിൽ എന്താണ് ജോൺ ബ്രിട്ടാസ് എന്നുള്ള മാധ്യമ പ്രവർത്തകൻ ആസ്പയർ ചെയ്യുന്നത്? ഓഫ് കോഴ്സ് റെസ്പോൺസിബിൾ ജേർണലിസം. റെസ്പോൺസിബിൾ ജേർണലിസം എനിക്ക് ആസ്പയർ ചെയ്യാൻ പറ്റുന്ന അത്രേ ഉള്ളൂ. അത് തന്നെ നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക് ഉദ്ദേശിക്കുന്ന ഇന്ത്യയുടെ മാധ്യമ മേഖലയ്ക്ക്. പക്ഷെ അതെങ്കിലും ഒരു ഗോളായിട്ട് വെച്ചിട്ട് വേണം ഒരു മാധ്യമ പ്രവർത്തകൻ മുന്നോട്ട് പോകാമെന്നുള്ളതാണ് എന്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം. രസകരമായ ഒരു കാര്യം ഞാൻ പറയുന്നത്, അതായത് ഞാൻ ആരാന്ന് പറയുന്നില്ല, ഈ ഇലക്ഷൻ ക്യാമ്പയിന്റെ സമയത്ത് CPM വേണ്ടിയിട്ട് ഇലക്ഷൻ ക്യാമ്പയിനിൽ ചില കാര്യങ്ങളൊക്കെ സഹായിച്ച ഒരാളാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരാളാണ്. അപ്പൊ മലയാള മനോരമയ്ക്ക് പരസ്യം കൊടുക്കുന്നൊരു കാര്യമായിട്ട് വന്നപ്പോൾ മനോരമയ്ക്ക് പരസ്യം കൊടുത്തു. അപ്പൊ മനോരമയുടെ പ്രധാനപ്പെട്ട 1-2 ആൾക്കാർ വിളിച്ചു പറഞ്ഞു, ബ്രിട്ടാസ് സാറെ, UDF ഒരുപാട് പരസ്യം നൽകുന്നുണ്ട്. അതായത് ഇലക്ഷന് അന്ന് മാത്രമല്ല, തലേന്നല്ല, അതിന് മുമ്പ് 3, 4, 5 ദിവസം മുമ്പ് ഫുൾ പേജ് പരസ്യം, ഹാഫ് പേജ് പരസ്യം ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൊടുക്കണ്ടേ? ഞാൻ പറയല്ല, CPM അതിനുള്ള ഫണ്ടുണ്ടെന്ന് എനിക്കറിയില്ല, എനിക്ക് ആ മേഖലയുമായിട്ട് ബന്ധമില്ല, ഞാൻ അതിന്റെ ക്രിയേറ്റീവ് സൈഡ് മാത്രമേ നോക്കുന്നുള്ളൂ. പക്ഷെ എൻ്റെ ഒരു എളിയ അഭിപ്രായം ഞാൻ പറഞ്ഞോടെന്ന് ചോദിച്ചു. യഥാർത്ഥത്തിൽ ഞാനാണ് ഇതൊക്കെ ഫണ്ട് ഡിസ്പേഴ്സൽ തീരുമാനിക്കുന്നെങ്കിൽ ഞാൻ കുറച്ച് പൈസ തന്നിട്ട് UDFന്റെ പരസ്യം ഇടാൻ വേണ്ടിയായിരിക്കും ഞാൻ നിങ്ങളോട് പറയാം. അതെന്താന്ന് ചോദിച്ചു. അങ്ങനെയെങ്കിൽ കുറച്ച് ഇടതുപക്ഷ വിരുദ്ധ വാർത്തകൾ മനോരമയെന്ന് പോലോ. UDFന്റെ പരസ്യത്തെക്കാൾ തീവ്രമാണല്ലോ നിങ്ങളുടെ ഇടതുപക്ഷ വിരുദ്ധ വാർത്ത എന്ന് ഞാനൊരു മനോരമയുടെ ഒരു പ്രൊഫഷണലിനോട് ഞാൻ പറഞ്ഞതാണ്. അപ്പം അതിനകത്തെല്ലാം അടങ്ങിയിട്ടുണ്ട്, എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇതൊരു പകുതി തമാശയായിട്ട് പകുതി കാര്യമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, പക്ഷെ അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. വാർത്തകളുടെ രാഷ്ട്രീയവും ജീവിതത്തിന്റെ രാഷ്ട്രീയം ഇത് രണ്ടാണോ? യഥാർത്ഥത്തിൽ നമ്മൾ ഇതിനെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ്സ് ആക്കി വെക്കുന്നതിനോടുള്ള എനിക്ക് എപ്പോഴും എനിക്കൊരു വിയോജിപ്പുണ്ടായിരുന്നു. ഇപ്പൊ ഞാനെന്നുള്ള വ്യക്തി സമൂഹത്തെ കാണുന്നതിന്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയല്ലേ ഞാനെന്നുള്ള പ്രൊഫഷണൽ. സ്വാഭാവികമായിട്ടും സ്വാഭാവികമായിട്ട് നമ്മളിപ്പം എന്താ പറയാ, ഒരു പ്രോഗ്രാമില് 2 പാട്ട് കഴിഞ്ഞിട്ട് ഒരു പരസ്യം അങ്ങനെയൊക്കെയുള്ള വേണം വരാം. പക്ഷെ എന്റെ കാഴ്ചപ്പാട് എന്നുള്ള സാധനം, പ്രത്യേകിച്ച് ഞാൻ വേറൊരു സ്ഥലത്തായതുകൊണ്ട് അതിൽ മാറ്റം വരാൻ പറ്റുമോ? ഇപ്പൊ ഞാനിപ്പോ 2 വർഷക്കാലം കേരളത്തിൽ നിന്നൊരു ബ്രേക്ക് എടുത്ത ഒരാളാണ്. ഞാനെന്നുള്ള ഒരു വ്യക്തിയുടെ പൊളിറ്റിക്സിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നു? ഒരിക്കലും മാറ്റം വന്നു. അങ്ങനെ മാറ്റം വന്നു എന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നില്ല. ചില ആൾക്കാരെ വേണേൽ ആട്രിബ്യൂട്ട് ചെയ്തേക്കാം, പക്ഷെ അങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്യുന്നതിനോട് എനിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എന്തോ അങ്ങനെ വിട്ടുപോയി അങ്ങനെയൊക്കെയുള്ള വാക്കുകൾക്ക് തന്നെ ഇത് ഞാനുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ, ഇപ്പൊ നമ്മുടെ എന്റെ ചെയർമാൻ മമ്മൂട്ടിക്ക് അറിയാം, ഇന്നത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ അറിയാം, അങ്ങനെ എന്റെ ബോർഡ് മെമ്പർമാർക്ക് അറിയാം,
പ്രധാനപ്പെട്ട ഞാനുമായി ബന്ധപ്പെട്ട. എന്താ കാരണം ഞാനൊരു 8-10 വർഷം ഒരു കസേര തന്നെ ഇരുന്നു. അപ്പൊ ഞാൻ തന്നെ ചിന്തിച്ചു, എന്താ കാരണം വെച്ചാല് പുതിയ ആശയങ്ങൾക്കും പുതിയ ആളുകൾക്കും വേണ്ടിയൊക്കെ ഇടയ്ക്കൊക്കെ ഒരു വഴിമാറി കൊടുക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യത്തിൽ ഞാനെന്നുള്ളൊരു പ്രൊഫഷണല് കുറെ കാര്യങ്ങൾ ബ്രീത്ത് ചെയ്യണം, എനിക്ക് ബ്രീത്ത് ചെയ്യണം. അപ്പോൾ എപ്പോഴും പല ഇടവേളകളും നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ഇപ്പൊ സുനിധി എന്തിനാണ് ഇടയ്ക്ക് ഓടിക്കച്ച് ഇപ്പൊ കൊറോണ ഉള്ളതുകൊണ്ടല്ലേ കേരളത്തിലേക്ക് വരുന്നതിന്റെ കാരണം, യു നീഡ് ടു ബ്രീത്ത്, യു നീഡ് ടു എക്സ്പീരിയൻസ്, യു നീഡ് ടു എക്സ്പെരിമെന്റ്. ശരിയല്ലേ? അപ്പൊ ഞാനൊരു ബ്രേക്ക് എടുത്താണ്. ആ ബ്രേക്ക് എടുത്തപ്പോഴും ഞാൻ എന്തെങ്കിലും ഒരുപക്ഷെ ഇതാദ്യമായിട്ടാണ് ഞാൻ ഇത്ര വിശദമായിട്ട് പറയുന്നത് സുനിതയുടെ. അല്ല, ഇതൊരു വലിയൊരു ചർച്ചയാണ്. ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചർച്ചയാണ്. ഇപ്പൊ ആരെങ്കിലുമൊക്കെ ജോൺ ബ്രിട്ടാസിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ എഴുതിയതിന്റെ താഴെ ഒരു 2-3 ആളുകൾ വന്നിട്ട് ഇതുപോലെ പറയും, പുള്ളിയെ പറ്റി നമ്മൾ ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല, അത്രയും ആത്മാർത്ഥമുള്ള ആളാണെങ്കിൽ കൈരളിയിൽ നിന്ന് ഏഷ്യാനെറ്റിലേക്ക് പോവോ, പോയിട്ട് അവിടെ നിന്നില്ല, വീട്ടിൽ തിരിച്ചു വന്നു എന്ന്. അപ്പൊ അതൊരു അല്ല ക്ലിയർ. സുനിത, എനിക്ക് വ്യക്തം. എന്താ കാരണം ഒന്നാമത്തെ കാര്യം വെച്ചാൽ അവരൊന്നും ഈ ഒരു പ്രക്രിയയിൽ ഭാഗവാക്കായിരുന്നില്ല. രണ്ടാമത്തെ കാര്യം, അവർ എഴുതുന്നതിന് കാരണം അവർ എഴുതുന്നതിനോട് നീതി പുലർത്താൻ വേണ്ടി ചെയ്യുന്നതല്ല. അവർക്ക് ജോൺ ബ്രിട്ടാസ് എന്നുള്ള വ്യക്തിയോട് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ചോദ്യം ഏറ്റവും കൂടുതൽ, ഈ കാര്യം ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ള ആരാന്നത് ഞാൻ ഒന്ന് പരിശോധിച്ച് നോക്കി. ഞാനല്ല, എന്റെ ഒരു ടീമിലെ ഒരു മെമ്പർ. RSSന്റെ ആൾക്കാരാണ് അതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഉത്കണ്ഠപ്പെട്ടത്. ഇത് ഏറ്റവും കൂടുതൽ ഉത്കണ്ഠപ്പെട്ടത് ബ്രിട്ടാസ് കൈരളി വിട്ടുപോയില്ല. അപ്പൊ ഇത് ആരാണ് നോക്കിയപ്പോൾ എന്നെ നഖശിഖാത്ത് എതിർക്കുന്ന RSSകാരാണ് വന്നിട്ട് അതിനെക്കുറിച്ച് പറയുന്നത്. എന്താ കാരണം, പാവപ്പെട്ട കുറെ ഇടതുപക്ഷക്കാരെ വേണേൽ ഇളക്കി വിടാൻ വേണ്ടിയായിരിക്കും. എന്താ വസ്തുത ഞാനത് ആദ്യമായിട്ട് പറയാം. ഞാൻ 8-10 വർഷം കൈരളി പ്രവർത്തിച്ചു. കൈരളി നല്ല നിലയിൽ വന്നു, നഷ്ടത്തിൽ നിന്ന് കരകയറി, പ്രതിസന്ധികളിൽ നിന്ന് കരകയറി. കൈരളി 1 എന്നുള്ളത് 2 ചാനലായി, 3 ചാനലായി, കൈരളിക്ക് സ്വന്തം ആസ്ഥാനമായി, കൈരളി ഡിവിഡൻഡ് കൊടുത്തു. ആ സമയത്ത് ഞാൻ എൻ്റെ പ്രൊമോട്ടേഴ്സിനോടും എൻ്റെ ബോർഡിനോടും എനിക്കൊരു ബ്രേക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം പറഞ്ഞു കുറച്ചുകൂടെ കഴിയട്ടെ. അങ്ങനെ ഏറെക്കുറെ ഒരു വർഷത്തോളം ഞാൻ അതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത ശേഷം അവരെനിക്ക് ഒരു ബ്രേക്ക് തന്നു. ഒറ്റ കണ്ടീഷൻ പറഞ്ഞു. എപ്പോഴാണോ ബ്രിട്ടാസിനെ ഞങ്ങൾക്ക് തിരിച്ചു വേണ്ടത്, മടങ്ങി വരേണ്ടത്, ആ സമയത്ത് ഞങ്ങൾ പറഞ്ഞാൽ തിരിച്ചു വരണം. എന്ത് സൗഭാഗ്യത്തിലാണ് ബ്രിട്ടാസ് എങ്കിൽ പോലും ആ ഒരു വാക്ക് തന്നാൽ മാത്രമേ ബ്രിട്ടാസിന് വിടുതൽ നൽകാൻ ഞങ്ങൾ തയ്യാറുള്ളൂ. ഞാൻ എഗ്രി ചെയ്തു, റിട്ടലി എഗ്രി ചെയ്തു. എന്ന കാരണത്തിൽ എന്റെ ഉദ്ദേശം അങ്ങ് ഡ്രിഫ്റ്റ് ചെയ്ത് പോകുക എന്നുള്ളതല്ല. എന്റെ ഉദ്ദേശം ഞാനെന്നുള്ള വ്യക്തിയെ എനിക്ക് കുറേം കൂടി റീഇൻവിഗറേറ്റ് ചെയ്യും. നമ്മൾ എപ്പോഴും നമ്മളെ റീഇൻവെന്റ് ചെയ്യണം. നമ്മളെ എപ്പോഴും ഞാൻ ഒരു പ്രൊഫഷണലിൽ എപ്പോഴും കുറേം കൂടി മികവ് കിട്ടുന്ന എപ്പോഴാണ് നമ്മൾ കുറച്ചും കൂടി വേറൊരു ചലഞ്ച് ഏറ്റെടുക്കുമ്പോഴല്ലേ. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സസൈസ് തന്നെ രാവിലെ മുതൽ ചെയ്താണ്ട് നമ്മുടെ രൂപത്തിലൊരു മാറ്റവും വരില്ല. ഇഫ് യു ഹാവ് പെയിൻ യു ഹാവ് ഗെയിൻ എന്ന് പറയുന്ന പോലെ നമ്മൾ എപ്പോഴും ക്രഞ്ചസിലൂടെ കിടന്നു. അപ്പൊ ഞാൻ ഐ ടുക്ക് എ ബ്രേക്ക്. 2 വർഷം ബ്രേക്ക് എടുത്തു. ഇപ്പം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനമാണ്, ഏറ്റവും വലിയ മാധ്യമ സ്ഥാപനമാണ് സ്റ്റാർ. അന്ന് സ്റ്റാർ ആണ്, ഇന്നത് ഡിസ്നിയാണ്. 2 വർഷത്തെ ബ്രേക്ക് എടുത്ത് ഞാൻ അവിടെ വർക്ക് ചെയ്തു, ചാനൽ ഹെഡായിട്ട് വർക്ക് ചെയ്തു. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ചില ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഇടതുപക്ഷ സ്ഥാപനത്തിൽ മാത്രമേ ഇടതുപക്ഷമുള്ളൂ എന്നുള്ളത്. നോ, അബ്സല്യൂട്ട്ലി. ഇപ്പം ഈ സ്റ്റാർ ഇന്ത്യയുടെ മേധാവിയായിരുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മീഡിയ മാനേജ്മെന്റ് വിദഗ്ധനായിട്ടുള്ള ഉദയ് ശങ്കർ എന്റെ സീനിയറായിട്ട് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഡൽഹി പഠിച്ചതാണ്. അന്ന് അദ്ദേഹം പഠിക്കുമ്പോൾ SFIക്കാരായിരുന്നു. എനിക്കറിയാം ഗൂഗിളിലും ഫേസ്ബുക്കിലും മൈക്രോസോഫ്റ്റിലും ഇന്റർനാഷണൽ കമ്പനീസിലൊക്കെ എത്രയോ ഇടതുപക്ഷക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന അപ്പൊ അങ്ങനെ അത് തന്നെ ഒരു അബദ്ധധാരണയാണ്. ഇപ്പം അങ്ങനെയാണെങ്കിൽ ഇടതുപക്ഷ മാധ്യമ പ്രവർത്തകർ മുഴുവൻ പീപ്പിൾസ് ഡെമോക്രസിയിലും ദേശാഭിമാനിയിലും വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തിനാ അവരൊക്കെ വേറെ സ്ഥലത്ത് വർക്ക് ചെയ്യുന്നത്? അതൊക്കെ എന്റെ ഒരു അഭിപ്രായത്തിൽ അത് ഒന്നുകിൽ ചില സ്ഥാപിത താല്പര്യക്കാരെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്, അതല്ലെങ്കിൽ നിഷ്കളങ്കരായ ആൾക്കാരെ അങ്ങനെ പ്രേരിപ്പിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നത്. മറിച്ച് ഒരു സ്വതന്ത്രമായ ഒരു വിഷനുള്ള ആൾക്കാർക്കൊന്നും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവില്ല. ഞാൻ 2 വർഷം അവിടെ പിന്നിട്ട സമയത്ത് എൻ്റെ അടുത്ത് മമ്മൂക്ക വിളിച്ചു പറഞ്ഞു, ഇന്നത്തെ CM വിളിച്ചു പറഞ്ഞു, ഇറ്റ്സ് ടൈം ഫോർ യു ടു കം ബാക്ക്, ഞങ്ങൾക്ക് ചില കാര്യങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, യു ഹാവ് ടു കം ബാക്ക്. അപ്പോഴേക്കും മാർക്കറ്റ് അങ്ങ് മാറി. ഈ മീഡിയ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ സുനിത, കണ്ണടച്ച് തുറക്കുമ്പോൾ മാറ്റം സംഭവിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് മീഡിയ മാർക്കറ്റാണ്. കണ്ണടച്ച് തുറക്കും. അപ്പം വി ഹാവ് ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, യു വിൽ ഹാവ് ടു കം ബാക്ക്. ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എനിക്കറിയാം എന്റെ പ്രധാനപ്പെട്ട സഹപ്രവർത്തകർ സ്റ്റാറിലുള്ള ആൾക്കാർ, ദേ ടോക്ക് ടു മമ്മൂക്ക, വൈ ഡു യു വാണ്ട് ഹിം ബാക്ക്?
അദ്ദേഹത്തിന് ഇവിടെ തുടരാൻ സമ്മതിക്കണം. മാത്രമല്ല ഹി ഹാസ് ഗോട്ട് എ ബ്രൈറ്റ് ഫ്യൂച്ചർ ആഹെ, ഇൻ ദ സെൻസ് അതിന്റെ ഒരു ഹയറാർക്കിയിൽ വലിയ രീതിയിൽ പോകാൻ പിന്നെ സാധ്യതയുള്ള ഒരാളാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അത് ഞാൻ അവരുടെ പേരൊന്നും പറഞ്ഞില്ല, പക്ഷെ ഈ പറയുന്ന ആൾക്കാർക്കൊക്കെ ഊഹിക്കാവുന്നതാണ്. പക്ഷെ ഞാൻ കൊടുത്ത ആ വാക്കിനോട് ഞാൻ നീതി പുലർത്തി, ഐ കെയിം ബാക്ക്. അപ്പം അതൊരു ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല. പിന്നെ എനിക്ക് എന്താണെന്നറിയില്ല, ജോൺ ബ്രിട്ടാസുമായി ബന്ധപ്പെടുന്ന എപ്പോഴും ഒരു ചർച്ചാ വിഷയം, ഒരു വിവാദമാണ്. അത് ഞാൻ എപ്പോഴും അമ്പരക്കാരുണ്ട്, എന്തിനാണ് ഇപ്പൊ എന്നെ ഇത്രമാത്രം ചർച്ച ചെയ്യുന്ന ആൾക്കാർ, എന്നെ കുറിച്ച് ഇത്ര ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ട്, ഇതിനെക്കുറിച്ച് വിവാദം. പക്ഷെ ഞാനൊരു പോസിറ്റീവ് സെൻസിൽ എടുക്കുന്നു. അതെന്റെ വേർത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാത്ത ആളാണ്, അതുകൊണ്ടായിരിക്കും ആൾക്കാർക്ക് ഈ നിഗൂഢത എങ്ങനെ നിലനിന്ന് പോകുന്നത്. ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യില്ല. ഒരു കാര്യം ഞാൻ പറയാം സുനിത, ഇപ്പം ഇന്നത്തെ മുഖ്യമന്ത്രിയുമായിട്ട് അടുത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. എന്നോട് CM പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്, മറ്റുള്ളവർ പറയുന്നതിനും ചിന്തിക്കുന്നതിനും മറുപടി പറഞ്ഞുകൊണ്ടിരുന്നാൽ അതിന് മാത്രമേ സമയം ഉണ്ടാവൂ. ഒന്ന് പറയാം, രണ്ട് പറയാം, അതിനെക്കുറിച്ച് ഉറച്ച് ചിന്തിച്ച് ബേജാറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ കൈരളിയിൽ നിന്ന് 2 വർഷത്തെ ബ്രേക്ക് എടുത്തതിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ആവലാതി ഉള്ളത് RSS പ്രവർത്തകർക്കാന്ന് പറയുമ്പോൾ ആ ആവലാതിയുടെ പിന്നിലുള്ള ചേതോവികാരം എന്താണെന്ന് മനസ്സിലാവുമല്ലോ. അപ്പോൾ അത് സതുദ്ദേശപരമായിട്ടുള്ള സംശയമാണ്. എനിക്ക് അത് ദൂരീകരിക്കാം. ദുരുദ്ദേശപരമായിട്ടുള്ള സംശയമാണെങ്കിൽ ഞാൻ ഇനി എത്ര ശ്രമിച്ചാലും ദൂരീകരിക്കാൻ പറ്റുമോ? അല്ല, ഇടതുപക്ഷത്തെ നന്നാക്കാൻ വേണ്ടിയാണ്. വെള്ളം ചേർക്കരുത്. ഇടതുപക്ഷത്തെ നന്നാക്കാൻ വേണ്ടിയല്ലേ അവർ ഇത്രയും വലിയ ആകുലപ്പെടുന്നത്. ആയിക്കോട്ടെ, നല്ല കാര്യം. എന്തായാലും ഇതാണ് ഞാൻ ആദ്യമായിട്ടാണെങ്കിൽ ഒരു പൊസിഷൻ പറയുന്നത്, എന്താണ് സംഭവിച്ചെന്നുള്ളത്. പക്ഷെ എനിക്ക് ആ ബ്രേക്ക് എനിക്ക് സഹായകരമായി, എന്നെ റീഇൻവിഗറേറ്റ് ചെയ്യാൻ പറ്റി. നമ്മൾ എവിടെ പോയാലും എന്നോട് എൻ്റെ ഒരു ഗൈഡ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ JNU പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഗൈഡ് ഒരു ഡോക്ടർ കിരൺ സാക്സൻ എന്ന് പറഞ്ഞ UP യിലുള്ള ഒരു സ്ത്രീയാണ്. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ബ്രിട്ടാസെ, തിരുവനന്തപുരത്ത് നിന്ന് ഡൽഹിയിലേക്ക് കേരള എക്സ്പ്രസിൽ ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്താൽ നിങ്ങളൊരു യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി എടുക്കുന്നതിനേക്കാളും കൂടുതൽ അറിവ് നിങ്ങൾക്ക് കിട്ടും. എന്തെല്ലാം ഭാഷ, സംസ്കാരം, രീതി, ഭക്ഷണം, ഇതൊക്കെയല്ലേ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ മതി. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എന്തെല്ലാം എക്സ്പ്ലോർ ചെയ്യാറുണ്ട്. അതുകൊണ്ട് എന്റെ പ്രൊഫഷണലും എക്സ്പ്ലോർ ചെയ്യണം. ഞാൻ എനിക്ക് എന്തെങ്കിലും തലയിലേക്ക് കയറിയാൽ മാത്രമല്ല എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ അബദ്ധധാരണകളൊന്നും എന്തിനാ നമ്മൾ സെമിനാറിലും കോൺക്ലേവ്സിനും ശില്പശാലയിലും ഒക്കെ പോകുന്നതിന് കാരണം എന്താണ്? ഇന്ററാക്റ്റീവ്, വി ആർ ട്രൈങ് ടു ഇംപാർട്ട് ഇൻഫർമേഷൻ. ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ഗ്രഹിക്കാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. അതുപോലെ കണ്ടാ പോരേത്. ഏഷ്യാനെറ്റിൽ പോയി ചെയ്ത കാര്യങ്ങളൊക്കെ അവിടെയുള്ള ആളുകള് പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. ഇപ്പോ ഏഷ്യാനെറ്റിനെ എങ്ങനെയാണ് റീബ്രാൻഡ് ചെയ്തത്, ബ്രാൻഡിങ്ങിനെ കുറിച്ച്, റീബ്രാൻഡിങ്ങിനെ കുറിച്ച്, പുതിയ പ്രോഗ്രാമുകൾ വരുന്നതിനെ കുറിച്ച്. പിന്നെ നമ്മൾ തമ്മിൽ ചെയ്യുമ്പോൾ തന്നെ ആദ്യം ചെയ്തതിൽ നിന്നും രണ്ടാമത്തെ നമ്മൾ തമ്മിലുണ്ടായ വ്യത്യാസം, അതിൽ ഗസ്റ്റുകളെ തെരഞ്ഞെടുക്കുന്ന രീതി, അങ്ങനെ ഒരുപാട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ആളുകൾ സംസാരിക്കുന്നത് ഞാൻ കാണാറുണ്ട്. പക്ഷെ ഈ കുറ്റം പറയുന്ന ശത്രുക്കൾ ആരും ഏഷ്യാനെറ്റിൽ 2 വർഷം എന്ത് ചെയ്തു എന്ന് ആരും എവിടെയും ചർച്ച ചെയ്യുന്നത് കേട്ടിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്ന കുറച്ച് അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ആളുകൾ. അല്ല, ഞാൻ എന്നെ കുറിച്ച് പറയുന്നതിൽ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ഐസക് ന്യൂട്ടൻ പറഞ്ഞൊരു വാചകം, ഇത് ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്. അതായത് എന്നെക്കാളും ജയൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ തോളത്ത് നിന്നിട്ടാണ് ഞാൻ ദൂരക്കാഴ്ച കണ്ടത്. ഞാൻ എന്തെങ്കിലും അല്പമെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വേറെ ആരെങ്കിലും പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയാ ഒരു ഷോൾഡറിന്റെ മുകളിലാണ് ഞാൻ കണ്ടത്. ഈ ടെലിവിഷൻ മേഖല എന്ന് പറയുന്ന ടീം വർക്കിന്റെ ടീം ഇല്ലാതെ ഒന്നും നടക്കില്ല. നമ്മളെല്ലാം ഒരു വലിയൊരു യന്ത്ര സംവിധാനത്തിലെ ഓരോ ഉപകരണങ്ങളാണ്. എനിക്ക് സത്യസന്ധമായി പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ദിവസങ്ങൾ ഉണ്ടായിരുന്ന. അപ്പം ചില ആൾക്കാർ തെറ്റിദ്ധാരണയുണ്ട്, ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസിലാണ് പോയത്. ഞാൻ എന്റർടൈൻമെന്റിലേക്കാണ് പോയത്, ന്യൂസിലേക്ക് പോയിട്ടില്ല. രണ്ട് കമ്പനി, രണ്ട് തമ്മിൽ യാതൊരു ബന്ധമില്ല. അപ്പൊ ചിലർ പറയും ഏഷ്യാനെറ്റ് ന്യൂസിൽ പോയിട്ട്. ഞാൻ വളരെ ബോധപൂർവമാണ് ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസ് സെലക്ട് ചെയ്തിരുന്നത്. സ്റ്റാർ എന്നുള്ള ഒരു ഇന്റർനാഷണൽ മീഡിയ ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടാണ് വർക്ക് ചെയ്തത്. പക്ഷെ 2 വർഷം വളരെ റിവാർഡ് ചെയ്യാതെ എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് ഞാനാണെന്നൊരു ചാനൽ ഹെഡ്, അവരുടെ ഭാഷ പറഞ്ഞാൽ ബിസിനസ് ഹെഡ് എന്ന് പറയും, നമ്മളാണെന്ന് നടത്തേണ്ടത്. അപ്പം ഒരുപാട് എല്ലാവരുടെ സഹകരണം ഉണ്ടായിരുന്നു. അന്നും ആ 2 വർഷം കൊണ്ട് ഞങ്ങൾ ചെയ്യാത്തതായിട്ടൊന്നുമില്ല. എന്താ കാരണം വെച്ചാൽ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, സുരേഷ് ഗോപിയും ഞങ്ങൾ സംസാരിച്ച് അന്ന് ആദ്യം മോഹൻലാലിനെ റോപ്പിംഗ് ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷെ അന്ന് ഫിലിം ഇൻഡസ്ട്രി ഭയങ്കര ടഫായിരുന്നു, ചാനലുകളുമായിട്ടൊരു യുദ്ധമായിരുന്നു.
നിങ്ങൾക്ക് ആകാം കോടീശ്വരൻ അന്ന് ആദ്യമായിട്ട് ഞങ്ങളെ ലോഞ്ച് ചെയ്യും. ആ ഒരു പ്രോഗ്രാം യഥാർത്ഥത്തില് 1 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ, 3 ലക്ഷം രൂപ എന്നൊക്കെയുള്ള കണക്കിലുള്ള എപ്പിസോഡുകളിൽ നിന്ന് 15 ലക്ഷം രൂപ, 20 ലക്ഷം രൂപ ഹൈ വോൾട്ടേജ് എന്റർടൈൻമെന്റിലേക്ക് ആദ്യം ചുവട് വെച്ച് തന്നത് അന്ന് ആ ഒരു പരിപാടിയിലൂടെയാണ്. പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്, ദാസേട്ടൻ 50 വർഷം പാടിയത്, 50 വർഷം എന്താ പറയാ പാട്ടിന്റെ മേഖലയിൽ വിഹരിച്ച ദാസേട്ടനെ കൊണ്ട് ദാസേട്ടൻ 50 എന്ന് പറഞ്ഞു വലിയൊരു ഇവന്റാണ്. അന്ന് സോനു നിഗം ഉൾപ്പെടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ സംഗീതജ്ഞരും വന്നിരുന്നൊരു സംഭവം. പിന്നെ വേറൊരു കാര്യം ചെയ്തു, ഏഷ്യാനെറ്റിനൊരു ലോഗോ ഒക്കെ ഉണ്ട്, ഞങ്ങൾ റീബ്രാൻഡ് ചെയ്തു. അന്ന് പല ആൾക്കാർക്കും ആശങ്കയുണ്ട്. കുറിച്ചാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോ കളറുകൾക്ക് രാഷ്ട്രീയത്തെ കുറിച്ചാണല്ലോ അടിസ്ഥാനപരമായി സംസാരിക്കുന്നത്. അപ്പൊ കളറുകൾക്ക് രാഷ്ട്രീയമുണ്ട്. അപ്പൊ ഏഷ്യാനെറ്റിന് ചോപ്പിച്ചോ? അല്ല, അന്ന് അന്ന് ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഈ പറഞ്ഞ ബ്ലൂ 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 ആണ്. അപ്പൊ ഞങ്ങളുടെ തീരുമാനം എടുത്തു, ഞാൻ ഒരു പക്ഷെ അതിന് നേതൃത്വം കൊടുത്ത് ഞാൻ ആദ്യമായിട്ട് പറയാം, ഇതിനെ റീബ്രാൻഡ് ചെയ്യണം, മേക്ക് ഇറ്റ്. ഞാനതല്ലേ പറഞ്ഞത്, നമ്മളെപ്പോഴും ഇൻവെൻഷൻ, ഇൻവിഗറേഷൻ, റീഇൻവിഗറേഷൻ, ഫ്രഷ്നെസ്, പുതിയ ലുക്ക് ആൻഡ് ഫീൽ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലും ആണ്, നമ്മുടെ പ്രൊഫഷനിലും ആവശ്യമാണ്. ഇപ്പം അന്ന് ഞങ്ങളുടെ തീരുമാനമെടുത്തു, ഇതിനെ ഏഷ്യാനെറ്റ് റീബ്രാൻഡ് ചെയ്യണം. എന്നുവെച്ചാൽ ഹൈ വോൾട്ടേജ് കണ്ടന്റിലേക്ക് ഞങ്ങൾ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നിൽക്കുന്ന ഒരു ലുക്ക് ആൻഡ് ഫീൽ വരണം. അപ്പൊ ഞങ്ങൾ ആ നീല മാറ്റിയിട്ട് ഞങ്ങൾ റെഡിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ അന്ന് ഏഷ്യാനെറ്റിലുള്ള ആൾക്കാർ, എന്റെ പല സഹപ്രവർത്തകരോ സതുദ്ദേശപരമായിട്ടാണ്, സർ അത് അപകടമായിരിക്കുമോ എന്താ കാരണം വെച്ചാൽ ആൾക്കാർ ശീലിച്ചൊരു രീതിയുണ്ട് വളരെ കൂളായിട്ട്, പെട്ടെന്ന് റെഡിലേക്ക് പോകുമ്പോൾ ഞാൻ ഒരു കുഴപ്പമില്ല, ഐ വാസ് വെരി കൺവിൻസ്ഡ് അബൌട്ട് ഇറ്റ്. എന്താ കാരണം വെച്ചാൽ ഒരു ഹൈ വോൾട്ടേജ് കണ്ടന്റിലേക്ക് പോകുമ്പോൾ ഐബോൾസ് ഗ്രാബ് ചെയ്യാൻ പറ്റുന്ന ഒരു ലോഗോയും ലുക്ക് ആൻഡ് ഫീൽ വേണമെന്നുള്ളത്. യഥാർത്ഥത്തിൽ അത് ഭയങ്കരമായിട്ട് ക്ലിക്ക് ചെയ്തു ആ റീബ്രാൻഡിങ്. അതിപ്പോൾ ഉള്ള ആൾക്കാർ സമ്മതിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ തുടങ്ങിയൊരു സംരംഭം തുടങ്ങിയെന്ന് വെച്ചാൽ ഞാൻ ഭാഗവാക്കായ ആ ടീം തുടങ്ങിയത് കേരളത്തിൽ ആദ്യമായിട്ട് ഞങ്ങൾ ഒരു മൂവി ചാനൽ, ഏഷ്യാനെറ്റ് മൂവീസ്. സത്യം പറഞ്ഞാല് ഡേ 1 സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ചാനലാണ്. അപ്പം ഞങ്ങൾ അങ്ങനെ കൊടുത്തിട്ടുള്ള ഒരു ടാഗ് ലൈൻ ഉണ്ട്, അത് ഭയങ്കര നൊസ്റ്റാൾജിയ ഒരു ടാഗ് ലൈനാണ്. ഏഷ്യാനെറ്റ് മൂവീസ് പടം തുടങ്ങി നേരം ഞങ്ങൾ കൊടുത്ത ടാഗ് ലൈൻ അത് പെട്ടെന്ന് വൈറലായി. പടം തുടങ്ങി എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റ് മൂവീസ് ആണ്. എന്ന് എനിക്ക് ഓർമ്മയുണ്ട്, പണ്ടൊക്കെ നമ്മൾ ഈ സിനിമാ കൊട്ടകയിൽ പോകുമ്പോൾ ആൾക്കാർ ചോദിക്കണം പോലെ, പടം തുടങ്ങിയോ? പടം തുടങ്ങി എന്ന് പറയുന്നതാണ് സിനിമ തുടങ്ങി എന്നുള്ള. അപ്പൊ സിനിമയായി ബന്ധപ്പെട്ട് ഏറ്റവും ഓഫൺ യൂസ്ഡ് ആയിട്ടുള്ള ഒരു വേർഡ് എന്ന് പറയുന്നത് പടമാണ്, പടം തുടങ്ങി. അപ്പൊ ഞങ്ങൾ കൊടുത്ത ടാഗ്ലൈൻ പടം തുടങ്ങി. ഇന്ന് ആ ടാഗ്ലൈൻ ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ ആ ടാഗ്ലൈനിലാണ് ഞങ്ങൾ ലോഞ്ച് ചെയ്തത്. അപ്പം അതൊക്കെ വലിയൊരു അനുഭവമാണ്. ഞാൻ എപ്പോഴും പറയുന്നു, ഒരു ടീമിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിച്ചത്, എല്ലാവരും സഹകരിച്ചു. അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഒരു അനുഭവമാണ്. ഒരു പക്ഷേ അത് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഈ ടാഗ് ലൈനിനെ പറ്റി പറഞ്ഞപ്പോ എനിക്ക് അതിനോട് ചേർത്തൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇപ്പോ LDF വരും, എല്ലാം ശരിയാവുന്നൊരു ടാഗ് ലൈൻ, അല്ലെങ്കിൽ ഉറപ്പാണ് LDF എന്നൊരു ടാഗ് ലൈൻ. ഇതൊക്കെ എവിടുന്ന് വന്നതാണ് CPM-ലേക്ക്? ഇതിന്റെയൊക്കെ ഒരു മനഃശാസ്ത്രം, കഥകൾ? സുനിത, അത് ബേസിക്കലി ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഉദാഹരണം പറഞ്ഞാൽ പണ്ട് നമ്മൾ പല ആൾക്കാരും പലരും വിമർശിക്കുമ്പോൾ പോലും കാലത്തിനനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പറഞ്ഞു.